ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തിരുവനന്തപുരം പേരൂർക്കടയിൽ വീട്ടുജോലിക്കാരിയായ ദളിത് സ്ത്രീക്ക് പോലീസിന്റെ മാനസിക പീഡനം. സ്വർണമാല കാണാനില്ല എന്ന പരാതിയിൽ നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്യുകയായിരുന്നു. കാണാതായ സ്വർണമാല അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പോലീസ് എഫ്ഐആർ റദ്ദാക്കിയിട്ടില്ല. ബിന്ദുവിന്റെ പ്രതികരണത്തിലേക്ക്. ബിന്ദുവാണ് ലാസ്റ്റിൻ്റെ ഇവിടെ ജോലിക്ക് വന്നത്. മാല കണ്ടില്ല. ഞാൻ പറഞ്ഞു മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ SI വേറെ ഒരു വനിതയെ വിളിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി. എൻ്റെ ടോപ്പെല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു. എൻ്റെ ബാഗെല്ലാം പരിശോധിച്ചു. എൻ്റെ മാല കിട്ടിയില്ല. മോശമായിട്ടാണോ ഈ ചോദ്യം ചെയ്തത്? മാല എവിടെയെന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. ശേഷം പിന്നെ ഈ പോലീസ് ആർക്കൊക്കെയാണ് പരാതി കൊടുത്തത്? എങ്ങനെയാണ് ഈ മാല കിട്ടിയത്? പട്ടികജാതി കമ്മീഷൻ ഓഫീസർ കൊടുത്തു, DGPക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അവിടെ നമ്മൾ ചെന്നു. ഞാൻ വക്കീലുമായി ചെന്നു, പരാതി കൊടുത്തു. എൻ്റെ പേപ്പർ മന്ത്രിയുടെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ വായിച്ചത് നോക്കിയില്ല. അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇതുപോലെ മാല മോഷണവുമായുള്ള കേസാണ്. അപ്പോൾ പറഞ്ഞു പിന്നെ ഇത് മാല മോഷണവുമായി പരാതിപ്പെട്ട ഈ പരാതിക്കാർ സ്റ്റേഷനിൽ വിടും, പോലീസ് പിടിക്കും, ഇതൊക്കെ കോടതിയിലാണ് പറയാനെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. പറഞ്ഞിട്ട് നമ്മളഞ്ഞ് വെളിയിലിറങ്ങി. പ്രശ്നം എന്ന് പറയുന്ന ഒരു പോലീസാണ് ഭയങ്കരമായിട്ട് എന്നോട് മോശം രീതിയിൽ പെരുമാറിയത്. എൻ്റെ മക്കളെയും കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനെയും കേസിൽ കൊടുക്കും. എൻ്റെ മക്കൾക്ക് അവിടെ ജയിലിൽ സുഖജീവിതമാണ് എന്നൊക്കെ ഒത്തിരി പറഞ്ഞെന്നെ വല്ലാതെ എന്നെ വേദനിപ്പിച്ചു. പോലീസ് നടപടിയിൽ വ്യാപക വിമർശനം ഉയർന്നതോടെ പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തു. SD പ്രസാദിനെതിരെയാണ് നടപടി. എന്നാൽ SIക്കെതിരെ മാത്രം നടപടി പോരാ എന്നാണ് ബിന്ദുവിന്റെ ആവശ്യം. സന്തോഷമുണ്ട്. നീതി ലഭിക്കും മാത്രം പോരാ. പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലീസുകാരനെയും സസ്പെൻഡ് ചെയ്യണം. നടപടി വേണം. നിയമപരമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. പരാതികളുമായി മുന്നോട്ട് പോയി തന്നെ ചെയ്യും. സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നോടും പോലീസ് മോശമായി പെരുമാറിയെന്ന് ബിന്ദുവിന്റെ ഭർത്താവ്. ഞാൻ എന്റെ ഭാര്യയെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു പോലീസുകാരൻ പറയുന്നു, എന്നെ തെറി വിളിച്ചിട്ട് പറഞ്ഞു നീ മാത്രം കണ്ടുപോലും വെളിയിലിട്ടായിരുന്നു. ഈ മാല ലഭിച്ചതിന് ശേഷം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാ പറഞ്ഞെന്തരാണ് ഞാനും കൂടെ നിൽക്കാച്ചാ പറയണേ. എന്റെ ഭാര്യ ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ മൊബൈൽ മേടിച്ചെന്നുള്ള പരാതി എഴുതി കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് SI വിളിച്ച് തിരിച്ചു പറയുന്നു, നിന്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് വേറൊരു രീതിയിൽ വിളിച്ചിട്ടാണ് പറയണം. നിന്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത്. ഈ നാട് വിട്ടേ പൊയ്ക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. ഞാനും കേട്ടൊന്ന് നിൽക്കിച്ചാ പറയുന്നത്. ഈ SI പറഞ്ഞ് കണ്ടുപോകില്ലെന്ന്. ഈ നാട്ടിൽ എന്താ കാപ്പ ഒത്തിരിക്കണമെന്ന്. എന്റെ ഭാര്യ അങ്ങനെയുള്ള തെറ്റൊന്നും കാണിച്ചില്ലല്ലോ. SIയെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതം ചെയ്ത CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. മറ്റുള്ളവർക്കെതിരെ അന്വേഷണം വേണമെന്നും PK ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അജീഷ് ജയകുമാർ ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഇന്ന് ബിന്ദു തുറന്നു പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിന് തൊട്ടു പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. അങ്ങനെയാണ് ഈ SIക്കെതിരെ നടപടി വരുന്നത്. പ്രതിപക്ഷം ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഉന്മേഷ, കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന ഈ ഒരു സംഭവമാണ് ഇത്തരത്തിൽ വലിയൊരു വിവാദമാവുകയും അതിനൊടുവിൽ ഒരു SIക്ക് സസ്പെൻഷൻ നടപടി നേരിടുകയും ചെയ്തു. ഏപ്രിൽ 23-നായിരുന്നു പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശിയായ ബിന്ദുവിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. ഏപ്രിൽ 14, 16, 19 തീയതികളിലായിരുന്നു പേരൂർക്കട സ്വദേശിയായിട്ടുള്ള ഓമന ഡാനിയലിന്റെ വീട്ടിൽ ബിന്ദു ജോലിക്ക് നിന്നിരുന്നത്. അതിനുശേഷം അവരുടെ 18 ഗ്രാം തൂക്കം വരുന്ന സ്വർണം നഷ്ടപ്പെടുന്നു. അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആരൊക്കെ സംശയിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ജോലിക്ക് നിന്ന ആളെ ഉൾപ്പെടെ പറയുന്നു. അങ്ങനെ അവരെ ഫോൺ വിളിച്ചു സ്റ്റേഷനിലേക്ക് വരുത്തിക്കുന്നു. ഈ 23-ാം തീയതി ഉച്ചയ്ക്ക് ഏതാണ്ട് 3:30-യോടെയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പേരൂർ സ്റ്റേഷനിലെത്തിയ പാടെ തന്നെ പോലീസ് പക്ഷേ ഇവരാണ് മോഷണം ചെയ്തത് എന്നുള്ളൊരു ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു തുടക്കം മുതൽ തന്നെ നടത്തിയത്. ഇവരുടെ ദേഹപരിശോധന നടത്തി. അന്ന് വൈകിട്ടോടെ പോലീസ് വീട്ടിലെത്തി, ഇവരുടെ ചുള്ളിമാനൂരിലെ വീട്ടിലെത്തി പരിശോധന നടത്തി. ഇവിടുന്ന് ഒന്നും തന്നെ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്വർണം ഒന്നും കിട്ടിയെന്നുമില്ല. ഇവരെ ചോദ്യം ചെയ്തതിൽ സമ്മതിച്ചിട്ടുമില്ല. പിറ്റേന്ന് ഏതാണ്ട് ഉച്ചയോടെയാണ് ഈ വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കാണാതായ വീട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ടെത്തുകയും അത് ഈ ഹൗസ് ഓണർ ഈ ഓമന ഡാനിയൽ എന്ന് പറയുന്ന ആൾ ഈ സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ ഈ വീട്ടിലെ ഇവരെ സ്റ്റേഷനിൽ നിന്ന് വിടുകയും ചെയ്തു. പക്ഷേ ഈ 20 മണിക്കൂർ ഇവരെ നേരിട്ട മാനസിക പീഡനം അതാണ് ഇവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചത്. കാരണം ആദ്യം മുതലേ തന്നെ കള്ളിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നു. മോശമായ ഭാഷ,
മാത്രമല്ല ഈ 3 പോലീസുകാരുടെ ഭാഗത്ത് നിന്ന്, അതായത് ഒരു പ്രിൻസിപ്പൽ SI പ്രസാദ്, അവിടുത്തെ അല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ പ്രസന്നൻ, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, അത് ആരാണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, പേരും അറിയുന്നില്ല. ഇങ്ങനെ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്നു. രാത്രി ഈ ഏറെ വൈകിയും കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി അവിടുത്തെ ബക്കറ്റിലെ വെള്ളം കോരി കുടിക്കാൻ പറയുന്നു. ഈ പരാതിക്കാരി തന്നെ പരാതി പിൻവലിച്ചു, ആ സ്വർണം കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് പോകാൻ നേരം ഇവരെയും ഇവരുടെ ഭർത്താവിനെ ഈ പരിസരത്ത്, അതായത് ഈ കവടിയാർ പേരൂർക്കട ഭാഗത്ത് കണ്ടുപോകരുത്, ഇനി മേലാൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് SI അടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വളരെ മോശമായ രീതിയിൽ നിറത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഒരു ആൾക്ക് മാനസിക പീഡനം നേരിട്ടു. ഇതായിരുന്നു കഴിഞ്ഞ 23-ാം തീയതി നടന്ന സംഭവം. അതിനുശേഷം ഇവർക്ക് പലർക്കും പരാതി നൽകി. DGPക്ക്, മുഖ്യമന്ത്രിക്ക്, പാർട്ടിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേരിട്ട് കണ്ടാണ് പരാതി കൊടുത്തത്. SC/ST കമ്മീഷൻ അടക്കം പരാതി കൊടുത്തു. പക്ഷേ ഒരു ദിവസത്തിനെതിരെ നടപടിയെടുക്കുകയോ ഒന്നും അന്വേഷിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് ഒരു മാസമായിട്ടും ഈ പരാതിക്കാരി അവരുടെ കംപ്ലൈന്റ് പിൻവലിച്ചിട്ട് പോലും ഇവർക്ക് എതിരെ എടുത്തിട്ടുള്ള FIR പോലും റദ്ദാക്കിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിഷയം ചർച്ചയായപ്പോൾ പ്രതിപക്ഷമടക്കമുള്ളവർ ഇത് ഏറ്റെടുത്തപ്പോഴാണ് പോലീസ് അന്വേഷണം നടത്തി SIക്ക് സസ്പെൻഷൻ കൊടുത്തത്. പക്ഷേ മറ്റു 2 ഉദ്യോഗസ്ഥർക്ക് കൂടി സസ്പെൻഷൻ, അവരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും അവർക്കെതിരെ തുടർ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഈ പരാതി നൽകിയ ഓമന ഡാനിയൽ എന്ന ആൾക്കെതിരെയും നടപടി വേണം എന്ന് ഈ കുടുംബം ആവശ്യപ്പെടുന്നു. അതിന് വേണ്ട നടപടികൾ അല്ലെങ്കിൽ പരാതി ചിലർക്ക് കൊടുക്കുമെന്നും ബിന്ദു അടക്കമുള്ളവർ പറയുന്നു. എന്തായാലും പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ P ശശിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില ശശിക്ക് പരാതി നൽകാൻ ഈ കുടുംബം പോയപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ആ ഒരു മറുപടി അത് വല്ലാതെ വേദനിപ്പിച്ചെന്ന് കുടുംബം പറയുന്നുണ്ട്. പരാതി ഒന്ന് നോക്കാൻ പോലും P ശശി തയ്യാറായില്ലെന്നാണ് അവരുടെ ആരോപണം. പക്ഷേ അത് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. P ശശിയുടെ ഒരു പ്രതികരണം, ഇത് ഔദ്യോഗികമായ ഒരു പ്രതികരണം നമുക്ക് വന്നിട്ടില്ല. പക്ഷെ പാർട്ടി ഇക്കാര്യത്തിൽ ഈ ബിന്ദുവിനോടൊപ്പം എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണങ്ങളാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നത്. CPMന്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവരും ഈ പോലീസിനെതിരെ എടുത്ത നടപടി സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തായാലും തുടരന്വേഷണം ആർക്കെതിരെയൊക്കെ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ആണ് നമുക്ക് വ്യക്തതയില്ലാത്തത്. മറ്റു 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ കൂടി നടപടി വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ശരി അജീഷ്. സജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.